ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളുടെ എക്സാം വോയേജ് എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷമായി അല്ലേ. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് 12K എബവ് സബ്സ്ക്രൈബേഴ്സിനെ നേടാനായിട്ട് സാധിച്ചു. അത് നിങ്ങളിലെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിനും പിന്തുണയ്ക്കുമെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അങ്ങനെ ഇന്ന് ഒരു ദിവസം വരെ നമ്മൾ അപ്ലോഡ് ചെയ്തത് ഏകദേശം ഒരു 313 വീഡിയോസാണ് കേട്ടോ. 313 വീഡിയോസ്, ഒരു 365 തന്നെ എത്തിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ മനുഷ്യരാകുമ്പോൾ നമുക്ക് കുറേ ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 313 വീഡിയോസാണ് ഇന്നൊരു ദിവസം വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 2 വീഡിയോസ് എക്സ്ട്രാ വേറെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമ്മുടെ എക്സാം വോയേജ് ചാനലിനെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. പിന്നെ ഈ ഒരു എക്സാം വോയേജിനോടനുബന്ധിച്ച് നമ്മൾ ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജഷനോട് കൂടി തന്നെയാണ്, ആ ഒരു സജഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ടെലഗ്രാം ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. ടെലഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതിൽ ഏകദേശം ഒരു 2500 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ പിന്നെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താണ് LP UPക്ക് വേണ്ടി എന്തുകൊണ്ട് ഒരു പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പോൾ ആ ഒരു പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ മെയ് ഓൺവേർഡ്സ് നമ്മൾ LP UPക്ക് വേണ്ടിയിട്ട് ചെറിയ തോതിൽ ഒരു ചെറിയ ഫീസിലൂടെയൊക്കെ ഒരു പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പുറകെ വരും. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സാം വോയേജ് യൂട്യൂബ് ചാനലിൻ്റെ ജേണി എന്ന് പറയുമ്പോൾ മാർച്ച് 25 പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. എങ്ങനെ വീഡിയോ എടുക്കണം, എങ്ങനെ അത് എഡിറ്റ് ചെയ്യണം, എങ്ങനെ അത് അപ്ലോഡ് ചെയ്യണം, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പക്ഷേ പഠിപ്പിക്കാനുള്ള ആഗ്രഹം ഒരുപാടുണ്ട്. ഈ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൊഫഷനാണ്. ഓക്കെ, അപ്പോൾ LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്ന എനിക്ക് അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ക്ലാസ്സുകൾ ചെയ്തുകൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലേക്കും തുടർന്ന് ടെലഗ്രാം ചാനലിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബേസിസിലായിട്ടും ആദ്യം നമ്മൾ തുടങ്ങിയത് ഇങ്ങനെ SCRT സീരീസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. അത് ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി പ്ലാനൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ആ എക്സാമിനൊക്കെ ശേഷമാണ് പിന്നീട് SCRT സീരീസിലേക്ക്, അത് ഏതൊരു എക്സാമിനാണെങ്കിലും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ന്യൂ SCRT ആണെങ്കിലും ശരി, ഓൾഡ് SCRT ആണെങ്കിലും ശരി, ടോപ്പിക് വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു ഏരിയ തീർത്ത് വരാനായിട്ട് സാധിക്കും. ചെറിയൊരു തൊണ്ടവേദനയുണ്ട്, അപ്പോൾ ആ ഒരു ഏരിയ തീർത്ത് വരാനായിട്ട് നമുക്ക് സാധിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഓൾഡ് SCRTക്കും ന്യൂ SCRTക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ ഏരിയ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ആസിഡ് ബേസ് ലവണങ്ങൾ എന്നുള്ള ഏരിയ ആണെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ന്യൂ SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഓൾഡ് SCRT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സീരീസ്. അപ്പോൾ നമ്മൾ ബയോളജി കംപ്ലീറ്റ് ചെയ്തു, ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു, കെമിസ്ട്രി ആണ് ഇപ്പോൾ നിലവിലുള്ളത്, കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു, കേരള നവോത്ഥാനം കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്തേക്കാം, നമ്മൾ കാര്യം കൺവേ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നത്. പിന്നെ LP UPക്ക് വേണ്ടിയിട്ട് സൈക്കോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഓരോ വീഡിയോസ് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 313 വീഡിയോസ് ഞാൻ ബാക്കിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഇടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. 313 വീഡിയോസ് നമ്മൾ ചെയ്തു. അപ്പോൾ തുടർന്നും ഇതിലും നല്ല ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു ടെലഗ്രാം ചാനലിൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടോപ്പിക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ലൈവ് ക്ലാസ്സുകൾ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ വിവോയുടെ ഒരു ഫോൺ യൂസ് ചെയ്തിട്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ മുഖം ഒന്നും റിവീൽ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് വലിയ ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് ഒന്നും വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു ഫോണൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ലാപ്ടോപ്പിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള ആർക്കും ഒരു ഫോൺ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ ആർക്കും അങ്ങനെ ഫോൺ ഇല്ലാത്തവരായിട്ട് ആരുമില്ല, ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു 3 മാസമായപ്പോഴേക്കും മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി.
വാച്ച് അവേഴ്സും സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷനിലേക്ക് എത്തി. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അതിന് പിന്നിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട്. എസ്പെഷ്യലി എനിക്ക് പരിചയമുള്ള ഒരു സൗമ്യ ടീച്ചറുണ്ട്. അപ്പോൾ ആ സൗമ്യ ടീച്ചർക്കൊക്കെ ഞാൻ പ്രത്യേകം ഒരു താങ്ക്സ് പറയാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ സൗമ്യ ടീച്ചർ ഞാൻ മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പരിചയപ്പെട്ട ടീച്ചറാണ്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ഒരു ചാനലിൻ്റെ ജേണിയിൽ. കൂടാതെ മറ്റൊരുപാട് ആളുകൾ, എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഹസ്ബൻഡും ഒക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. തുടർന്നും ആ ഒരു ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു LP UP പ്രിപ്പയർ ചെയ്ത് ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു സപ്പോർട്ടായിട്ട് നിലകൊള്ളാനാണ് എന്നും എക്സാം വോയേജ് എന്ന ചാനൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ മെയ് ഓൺവേർഡ്സ് നമ്മളൊരു പെയ്ഡ് കോഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് LP UPക്ക് വേണ്ടിയിട്ടാണ്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടർന്ന് ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ആ ഒരു ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യണേ. അവിടെയാണ് നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഫാമിലിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ചിലപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ വഴക്കും ഒക്കെ അവർക്ക് കേൾക്കാറുണ്ട്. കാരണം എക്സാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ടായിരിക്കും. കാര്യങ്ങൾ പലതാണ്, ഫാമിലി ഇഷ്യൂസ് ഉണ്ട്, ഓരോരുത്തരുടെയും സാഹചര്യം ഡിഫറെൻ്റ് ആണ്. എന്നാലും ഇടയ്ക്ക് ഞാൻ അവരെ വഴക്ക് പറയാറുണ്ട്, അവരോട് പിണങ്ങാറുണ്ട്, ക്ലാസ്സുകൾ ഇടാതിരിക്കാറുണ്ട്. അതൊക്കെ ഒരു ഫീലിംഗ് ഉള്ളതുകൊണ്ടാണ്. അപ്പം കുറച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ചേർന്ന് ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഡ്രോബാക്കുകളെല്ലാം നികത്തിക്കൊണ്ട് ഈ ഒരു ചെറിയ സെറ്റപ്പിലാണെങ്കിലും നമ്മൾ തുടങ്ങുന്ന കോഴ്സിൽ കഴിയുന്ന രീതിയിൽ അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് റിവിഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പെയ്ഡ് കോഴ്സ് LP UPക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അങ്ങനെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. അതും വളരെ അഫോർഡബിൾ ആവുന്ന രീതിയിലാവണം. അപ്പോൾ എല്ലാവർക്കും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു പൈസയുടെ കുറവുകൊണ്ട് അങ്ങനെ വേണ്ട അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ബാക്കോട്ട് പോവാതെ ഒരു 3 ഡിജിറ്റ് ഫീസ് അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഏപ്രിൽ ലാസ്റ്റ് മെയ് ആദ്യമായിട്ട് നമ്മൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. അപ്പോൾ മെയ് 10th ശേഷമാണ് നമ്മൾ ആ ഒരു കോഴ്സ് തുടങ്ങുക. മെയ് 10th ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ ആ ഒരു കോഴ്സൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായത് ഈ എക്സാം വോയേജ് എന്ന യൂട്യൂബ് ചാനലിൽ വന്നതോട് കൂടിയിട്ടാണ് അല്ലേ. അപ്പോൾ പിന്നെ എന്നോട് 2 പേരൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ ആഗ്രഹമുണ്ട്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഇൻകം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നും ചെയ്യരുത്. കുറച്ച് നമുക്ക് ആ ഒരു ടീച്ചിങ് പ്രൊഫഷനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് പോകണം. നമ്മൾ പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിലനിർത്താൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം കിട്ടും. ഓക്കെ, ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞ് വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഇൻകം ഒക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇൻകം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ചാനൽ നമ്മൾ തുടങ്ങരുത്. നമ്മളുടെ ഒരു ഇഷ്ടം, ഒരു താല്പര്യം അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള സന്തോഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.